ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് എൻ്റെ സ്റ്റേഷനറി സംഭവങ്ങളെല്ലാം കാണിച്ചു കൊണ്ടാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ ഇത് കുറച്ച് കൂടി കഴിഞ്ഞാൽ സ്റ്റേഷനറി ഒന്നും കാണാണ്ടാവും. ഞാൻ ഇന്നലെ ഇതെല്ലാം തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം എൻ്റെ സ്റ്റേഷനറി സംഭവങ്ങൾ കാണിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് സംഭവങ്ങൾക്ക് കാണിക്കാം. ഇതാണ് എൻ്റെ മെയിൻ സംഭവം, മൈ ബുക്ക്. എൻ്റെ മേലെ കവായി സ്റ്റിക്കേഴ്സും കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ വരച്ചതാണ്. പിന്നെ ഇതും ഞാൻ വരച്ചതാണ്. രസമുണ്ടോ? കുറച്ച് രസമില്ലായ്മയില്ല ഉണ്ട്, എന്നാലും ഇതും ഞാൻ വരച്ചതാണ്. ഇതാ ഇങ്ങോട്ടേക്കൊന്നും വായിച്ചില്ല, കുറച്ച് പുതിയ ബുക്കാണ് അതുകൊണ്ടാട്ടോ. ഈ രണ്ടാമത്തെ പിക്ചർ ഇതാണ്. എൻ്റെ അമ്മ ഒരു ദിവസം 2 ദിവസം എടുത്തിട്ട് പോലും കുറേ നേരം വരയ്ക്കാൻ നോക്കി, എന്നാലും ലാസ്റ്റ് ദിവസം എങ്ങനെയൊക്കെയോ പിക്ചർ റെഡിയായി. നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാനുള്ള ഫാബ്രിക് പെയിൻ്റ് ആണ്. ഫാബ്രിക് പെയിൻറ്റിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇത് രണ്ടും പിന്നെ ബാക്കിയുള്ളതിലേക്ക് എവിടേക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അടിപൊളി കീ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കാനും പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ പേസ്റ്റൽ കളറാണ്. നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് കാണിച്ചു തരാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചായിട്ട് കാണിക്കാം. ഇതെൻ്റെ മാജിക് ബുക്ക്. ഇതെല്ലാവർക്കും അറിയാമെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ വെള്ളാക്കുക, ഇതാക്കുക, കളറടിക്കുക, അത്രേ ഉള്ളൂ. വെള്ളാക്കുക, ഇതാക്കുക, അങ്ങനെയുണ്ട്. പിന്നെ എന്താ, പിന്നെയെന്ന് പറയാനുള്ളത് ഒരു കലക്കുലുത്ത ബുക്സാണ്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിച്ച് കാണിച്ചിട്ടാണ്. പിന്നെ ഈ പെൻസിലിൻ്റെ റബ്ബർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കുറോമി കവായി സ്റ്റിക്കർ, ഒരു ഷീറ്റ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റേഷനറി ആയിട്ടോ കാണിക്കാനുള്ളത് എൻ്റെ A4 ഷീറ്റിൻ്റെ ഒരു കെട്ട്, അത് കാണിക്കാറുണ്ട്. A4 ഷീറ്റിൻ്റെ ഒരു കെട്ട്. പിന്നെ ഇത് സ്കെയില്, പിന്നെ അതേപോലെ തന്നെ കവർ സ്റ്റിക്കർ, പിന്നെ ഇത് കളർ പേപ്പർ, പിന്നെ A4 ഷീറ്റിൻ്റെ ഇതാണ് നമ്മളെ ഇൻഡെക്സിൽ കെട്ടോ. അയ്യോ, എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പശ, പിന്നെ അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ ഫാബ്രിക്കൽ ക്യാമലാണ്, വേറെയാണ്. നമ്മൾ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കെല്ലാം കിട്ടില്ല. പിന്നെ സ്റ്റാപ്ലെയർ, പിന്നെ അതേപോലെ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു ബുക്കാണ്. എൻ്റെ പേര് പിന്നെ കൃത്യമായിട്ട് കാണിക്കാനുള്ള സാധനം എൻ്റെ ഡയറി. ഇതാണ് എൻ്റെ കിറ്റി എന്നാണ് ഞാൻ വിളിക്കുക. എൻ്റെ കിറ്റിക്കുട്ടിയാണിത്. ഡയറിക്ക് പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, എന്നാലും ഞാൻ പേരിട്ട്. നമുക്ക് ഇതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കാര്യമായിട്ട് എൻ്റെ മുമ്പിൽ തന്നെ ഇതേപോലെ ലാമിയ കെ ലൈഫ് ഡയറി ഐ ലവ് യു അങ്ങനെ ഇത് എനിക്കിഷ്ടപോലെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഈ ഒരു ഡയറി കുട്ടി അടങ്ങി. ഇത് ഭയങ്കര കഷ്ടമാട്ടോ, ഇത് തുറന്നിട്ട് കാണിച്ചു തരാനും എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നത്. ഇതിൻ്റെ പേജ് അപ്പുറത്തെ പേജാണെങ്കിൽ ഇപ്പുറത്തെ പേജ് വരും. ഇതാണ് മെയിൻ. എല്ലാവർക്കും കാണുമ്പോൾ കുറച്ചൊക്കെ അത്ഭുതം തോന്നുമെങ്കിലും ഇതാണ് എൻ്റെ മെയിൻ സംഭവം. സ്റ്റിക്കേഴ്സിൻ്റെ ഒരു കൂട്ടം, അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും കുറേ ഉണ്ട് സ്റ്റിക്കർ. അതിൻ്റെ അടുത്ത പേജിലായിട്ട്
ലബൂബുണ്ട്. ലബൂബു അല്ല, നമ്മളെ കവായി കുട്ടികളുണ്ട്. അമ്മേ കാണിക്കാനും പറ്റുന്നില്ല. ഈ ഒരു ഡയറി എന്ന് പറഞ്ഞ ഒരു അയൽക്കുലം, എന്നാലും ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ.